ഹായ് നമസ്കാരം, ഞാൻ ശ്വേത മേനനാണ്. ഞാൻ അങ്ങ് ബോംബെയിലാണെങ്കിലും ശരി, ഇങ്ങ് നമ്മുടെ പാവം കൊച്ചിയിലാണെങ്കിലും ശരി, ഈ ഉളുപ്പ് എന്ന് പറയുന്ന വാക്കിന് എല്ലായിടത്തും ഒരേ വ്യാഖ്യാനം തന്നെയല്ലേ? ഏ അല്ലേ ശ്വേത മേനോൻജി? അങ്ങനെയാണെങ്കിൽ ഈ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ശ്വേത മേനോൻജിയുടെ അടുത്തൂടെയെങ്കിലും പാസ് ചെയ്തിട്ടുണ്ടോ ശ്വേത മേനോൻജി? ഏ ആരെ പറ്റിക്കാനാ ശ്വേത മേനോൻജി ഇന്നലെ ഒരു പോസ്റ്ററും കൊണ്ടൊക്കെ ഇറങ്ങിയത്? മറ്റേ എഴുതിയിട്ട് മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ തള്ളിക്കയറ്റി ഇൻസ്റ്റഗ്രാമത്തിലൊക്കെ കൊണ്ടിട്ടിട്ടില്ലേ? ഒന്നല്ല രണ്ടെണ്ണം, രണ്ടിലും ഏതാണ്ടൊക്കെ സെയിം കണ്ടന്റ് തന്നെ. ആരെ പറ്റിക്കാനാ ചേച്ചി? ഏ ചേച്ചി, ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ലാലേട്ടൻ രാജിവെക്കുന്നു അല്ലെങ്കിൽ രാജിവെച്ചു എന്നും പറഞ്ഞ് ഒഫീഷ്യലി ഇമെയിൽ അയച്ചിട്ട് ഇറങ്ങിയതാ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭരണസമിതി വരുന്നോടം വരെ അതുകൊണ്ട് മാത്രമാണ്, അതായത് ഒഫീഷ്യലി ലാലേട്ടൻ രാജിവെച്ച് വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും അല്ല ഇറങ്ങിയത്. ഇതേപോലെ വാക്കൗട്ട് ചെയ്തതോ ആർക്കും മറുപടി കൊടുക്കാതെ യെസ് 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 മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ മറ്റേ യെസ് ആയിരുന്നു മൊത്തത്തിൽ. ഇതൊന്നും കാണിച്ചിട്ടല്ല ലാലേട്ടൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അമ്മ ജനറൽ ബോഡിയിലെ അംഗങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ലാലേട്ടൻ അടുത്ത ഭരണസമിതി വരുന്നോടം വരെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത്. ചേച്ചിയോട് ആര് പറഞ്ഞിട്ടാ? ചേച്ചി ഇപ്പൊ വലിയ ഞാൻ നോക്കും, അടുത്ത സമിതി വരെ ഞാനായിരുന്നു, ലാലേട്ടൻ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു, ഞാൻ നോക്കും അടുത്ത സമിതി വരുന്നോടം വരെ. ആരെ പറ്റിക്കാനാ ഈ ഡയലോഗ് അടിക്കുന്നത്? വാക്കൗട്ട് ചെയ്തതല്ലേ? ഒരു നാണവും മാനോ ഇല്ലാതെ തിരിച്ചു കയറാനുള്ള പരിപാടി നോക്കുവാണോ? ഇറങ്ങിപ്പോയപ്പോ ചിന്തിച്ചില്ലല്ലേ വരാൻ പോകുന്ന കോടികളെ പറ്റി? ഇപ്പം വീട്ടിൽ പോയിരുന്ന് തലയൊക്കെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തല്ലേ, അയ്യോ പണി പാളിയല്ലോ, വരുന്ന കോലികളൊക്കെ ഇനി എങ്ങനെ ഞാൻ കൈയിട്ട് വാരും? അതിന് പുതിയൊരു ഐറ്റം കൊണ്ട് ഇറങ്ങിയിരിക്കുക. നോക്കിയിരിക്കുവായിരുന്നു എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ. കറക്റ്റ് ടൈമിലാണെന്നില്ല ഗണേഷ് കുമാറൊക്കെ വന്നിട്ട് നല്ല കനത്ത കൊട്ട് കൊടുത്തത്. അപ്പൊ തന്നെ ചാടി അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് നേരെ അങ്ങോട്ട് പോസ്റ്ററൊക്കെ ഇട്ട് വിട്ടേക്കുവാ ചേച്ചി. അയ്യോ, ചേച്ചിയുടെ പോസ്റ്റർ എഴുതിയിട്ടിരിക്കുന്നതൊക്കെ കാണണ്ടേ നിങ്ങൾക്ക്? കാണിച്ചു തരാം. ഒരു വീഡിയോ ക്ലിപ്പും ഒക്കെ ഉണ്ട്, അതൊക്കെ അവസാനം. ആദ്യമേ നമുക്കൊന്ന് വായിക്കാം. ചേച്ചി നിങ്ങളെ പറ്റിക്കാൻ എഴുതിയിട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ഞാൻ പറയും. അത് നമുക്ക് ഫസ്റ്റ് കാണാം, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ. ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാമത്തിലെ അക്കൗണ്ട് ഇതാണ്. 1.7 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു റൈറ്റിംഗ് ഉണ്ട്. ചേച്ചി മറ്റേ ബൈലോ ബുക്കൊക്കെ ഇങ്ങനെ എഴുതി ഇട്ടിട്ട് അതിൻ്റെ അടിയിലോട്ട് കുറേ എഴുതിയിട്ടൊക്കെ ഉണ്ട്. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ചേച്ചി എഴുതിയൊക്കെ ഇട്ടിട്ടുണ്ട് ഗംഭീരമായിട്ട്. ഇതൊരെണ്ണം മതിയായിരുന്നു, പക്ഷെ ചേച്ചിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി വീണ്ടും ഇതേ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വ്യക്തമായിട്ട് ചേച്ചി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചേച്ചിയുടെ പറയാനുള്ള ചേച്ചിയുടെ വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ ചേച്ചി എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് അത് വായിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ. ഇത്രയും ദിവസം ഞാൻ മൗനം പാലിച്ചത് അമ്മയ്ക്ക് വേണ്ടി. നിരപരാധിത്വം തെളിയിക്കാതെ ഇനി പടിയിറങ്ങില്ല. ഓഹോ, പിന്നെ എന്തിനാ അന്ന് ഇറങ്ങി ഓടിയത്? എന്തിനാ ഇറങ്ങി ഓടിയത്? പറഞ്ഞു തരാം ഇറങ്ങി ഓടിയതിന്റെ റീസണൊക്കെ. വെയിറ്റ് ചെയ്യും. ചേച്ചി എഴുതിയിരിക്കുന്നത് നമുക്ക് ആദ്യമേ വായിക്കാം. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ ഇതിന് മറുപടിയായിട്ട് വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അതോടെ തീർന്നു ചേച്ചി. ഫസ്റ്റ് ഇത് വായിക്കാം നമുക്ക്. ഇത്രയും ദിവസം ഞാൻ മൗനം പാലിച്ചത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഞാൻ മിണ്ടാതിരുന്നാൽ അമ്മയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ വിശ്വസ്തതയെ തുടർച്ചയായി ആക്രമിക്കുകയും എൻ്റെ പേര് കളങ്കപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഇനി ഞാൻ പിന്മാറില്ല. ഇപ്പോൾ ചിലർ പറയുന്നത് ഞാൻ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും അമ്മയെ അനാഥമാക്കിയെന്നുമാണ്. അനാഥമാക്കിയെന്ന് പോട്ടെ, ഈ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ള കാര്യം ചേച്ചി 101% കറക്റ്റാ. ഇപ്പൊ അത് തെളിയിച്ചോണ്ടിരിക്കുക നിങ്ങൾ. വലിയ കാര്യത്തിൽ ഞാൻ രാജിവെച്ചെന്നും പറഞ്ഞ് ഇറങ്ങി ഓടിയിട്ട് പിന്നെന്തിനാ ഇപ്പൊ തിരിച്ചു വരാൻ പോകുന്നത്? അത് തന്നെ നിങ്ങൾ വഞ്ചിക്കുന്നതിന്റെ ഭാഗമാണ്. പിടികിട്ടിയോ? തിരിച്ചു വരാതെ പോയ വഴിയെ പോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ചേച്ചിയെ വേണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ചേച്ചി. ഇത് പിന്നെ എങ്ങനെയെങ്കിലും കുത്തിക്കയറാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് കാര്യത്തിന്? അവിടുത്തെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ചേച്ചി ബുദ്ധിമുട്ടണ്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചിലർ പറയുന്നത് ജനങ്ങൾ അല്ല, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടുമില്ല. ഇറങ്ങി ഓടുന്ന പിന്നെ എന്തുവായിരുന്നു? 2026 ജൂൺ 21 നടന്ന അമ്മയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലേക്ക് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കണമെന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുമായി ചിലർ, കൃത്യമായി പറഞ്ഞാൽ 10 മുതൽ 15 വരെ അംഗങ്ങൾ എത്തിയത്. ഓഹോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ നിരവധി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉൾപ്പെടുത്തി അവർ ഒരു പ്രീ പ്രിന്റഡ് റെസല്യൂഷൻ തയ്യാറാക്കി അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. ആ ആരോപണങ്ങളിൽ
ഓരോന്നിനും വസ്തുതാപരവും നിയമപരവുമായി വ്യക്തവുമായ മറുപടി ഞങ്ങളുടെ പക്കലുണ്ടായിരുന്നു. പക്ഷെ ഒന്നും മിണ്ടിയില്ല, വായടച്ചു വെച്ച് ഇറങ്ങി ഓടുമായിരുന്നു എന്നാണല്ലോ എല്ലാരും പറയുന്നത്. എന്താ മറുപടി ഉണ്ടായിട്ട് അന്ന് മിണ്ടാഞ്ഞത്? ബാക്കി വായിക്കട്ടെ. ആ റെസൊല്യൂഷൻ എനിക്ക് കൈമാറിയെങ്കിലും അമ്മ ബൈലോ ആർട്ടിക്കിൾ പ്രകാരം അത് പാസ്സായിട്ടില്ല. അന്ന് യോഗത്തിൽ പങ്കെടുത്ത 243 അംഗങ്ങളിൽ ആവശ്യമായ 2/3 ഭൂരിപക്ഷമായ 162 പേരുടെ പിന്തുണ ലഭിക്കാത്തതിനാൽ ആ പ്രമേയത്തിന് യാതൊരു നിയമസാധുതയുമില്ല. എന്നിട്ടും ഇന്ന് ചിലർ ജനറൽ ബോഡിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞ് ഒരു അഡ്ഹോക് കമ്മിറ്റി നിലവിലുണ്ടെന്ന് അവകാശപ്പെടുകയാണ്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് വളരെ ലളിതമായ ചില ചോദ്യങ്ങളാണ്. അമ്മയുടെ ബൈലോയിൽ എവിടെയാണ് അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനം പറയുന്നത്? ബൈലോയിൽ ഇല്ലാത്തൊരു കമ്മിറ്റി എങ്ങനെയാണ് നിലവിൽ വന്നത്? ബൈലോ വളരെ വ്യക്തമായി പറയുന്നത്, ഒരു കമ്മിറ്റി ഔദ്യോഗികമായി രാജിവെച്ചാൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി ചുമതല ഏൽക്കുന്നത് വരെ തിരഞ്ഞെടുക്കപ്പെട്ട പഴയ കമ്മിറ്റി തന്നെയാണ് തുടർന്നും പ്രവർത്തിക്കേണ്ടത് എന്നതാണ്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങളെല്ലാവരും രാജിവെച്ചു എന്നും പറഞ്ഞ് ഇറങ്ങി ഓടുകയല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പോലും നിങ്ങൾ മറുപടി കൊടുത്തില്ല. നിങ്ങൾ രാജിവെച്ചു, എനിക്കിനി ഒരു ബന്ധവും ഇല്ല എന്നും പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഈ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? പുതിയൊരു കമ്മിറ്റി വരുന്നോടം വരെ ഞങ്ങൾ തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, അങ്ങനെയാണ് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത്. ബൈലോയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാനും അന്വേഷിച്ചു, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങളെ വിശ്വസിച്ച് ആ ജനറൽ ബോഡിയിലുള്ള അല്ലെങ്കിൽ ആ അമ്മ എന്ന താരസംഘടനയിലുള്ള ബാക്കി മെമ്പേഴ്സ് എല്ലാം എങ്ങനെ വിശ്വസിച്ചിരിക്കും നിങ്ങൾ തിരിച്ചിനിയും വന്ന് ഇതെല്ലാം നോക്കുമെന്ന്? കാരണം നിങ്ങൾ രാജിവെച്ചെന്നും പറഞ്ഞ് ഇറങ്ങി ഓടിയ ടീമുകളാ. മര്യാദയ്ക്കല്ല നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങളെ അവിടെ ആർക്കും വിശ്വാസമില്ല. അതുകൊണ്ട് പുതിയൊരു കമ്മിറ്റി, അടുത്തൊരു ഇലക്ഷൻ നടന്ന് പുതിയൊരു കമ്മിറ്റി വരുന്നോടം വരെ, പുതിയ അംഗങ്ങളെ എടുക്കുന്നോടം വരെ താൽക്കാലികമായി കാര്യങ്ങൾ നോക്കാൻ കുറച്ച് ആളുകൾ, അഡ്ഹോക് കമ്മിറ്റി. അത് നിയമത്തിലില്ല, ബൈലോയിൽ ഇല്ലാത്ത കാര്യമാണ്. അത് ഞാൻ തിരക്കി, ഇല്ല. പക്ഷെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആരെങ്കിലും വേണ്ടേ ഈ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്? നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇറങ്ങി ഓടിയ ടീമുകളെ എങ്ങനെ വിശ്വസിക്കും? ലാലേട്ടനൊക്കെ ഓക്കെ, ലാലേട്ടനുള്ള സമയത്ത് ലാലേട്ടനൊന്നും വഴക്കിട്ട്, ഞാനത് തുടക്കത്തിലേ പറഞ്ഞേ, വഴക്കിട്ടോ ഒന്നുമല്ല പോയത്. ലാലേട്ടൻ രാജിവെച്ചെങ്കിൽ അവിടെ ഉള്ള എല്ലാവരും കൂടെയും പറഞ്ഞപ്പോൾ ഓക്കെ, അടുത്ത കമ്മിറ്റി, അടുത്ത ഒരു ടീം വരുന്നോടം വരെ ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. അത് മാന്യമായി പറഞ്ഞിട്ടാണ് ലാലേട്ടനൊക്കെ ഇരുന്നത്. ലാലേട്ടനെ നിങ്ങളെ കൂടെ കമ്പയർ ചെയ്യല്ലേ ശ്വേതാ മേനോൻ ജി, കേട്ടോ? കമ്പയർ ചെയ്യല്ലേ, മാറിയിരി. ലാലേട്ടന്റെ കമ്മിറ്റി രാജിവെച്ചപ്പോഴും ഈ വ്യവസ്ഥ തന്നെയായിരുന്നു പാലിച്ചിരുന്നത്. അതാ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമ്മിറ്റിക്ക് മാത്രം വേറൊരു നിയമം? കയ്യിരിപ്പുണ്ട്. ആരുടെ താല്പര്യങ്ങളാണ് ഇന്ന് അമ്മയുടെ നിയമങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നത്? അമ്മയുടെ ബൈലോ പ്രകാരം ഒരു സമയം ഒരു കമ്മിറ്റി മാത്രമേ ഉണ്ടാകൂ. അടുത്ത തിരഞ്ഞെടുപ്പ് നടത്തി നിങ്ങളുടെ കമ്മിറ്റി അതിന് ഇല്ലല്ലോ. എല്ലാവരും ഒന്നിച്ച് കൂട്ടത്തോടെ ഇറങ്ങി ഓടിയതല്ലേ, അല്ലേ? ഇപ്പൊ അതെ, നിങ്ങളുടെ മറ്റേ കൈലാഷ്, ഇവര് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടല്ലോ. കൈലാഷൊക്കെ ഓടിക്കളഞ്ഞെന്നാ കേട്ടത്, ഇറങ്ങി വിട്ട് കളഞ്ഞെന്ന്, പേടിച്ചു പോയെന്നൊക്കെയാ കേട്ടത്. കൈലാസേ, അമ്മയുടെ ബൈലോ പ്രകാരം ഒരു സമയം ഒരു കമ്മിറ്റി മാത്രമേ ഉണ്ടാകൂ. അടുത്ത തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി ചുമതല ഏൽക്കുന്നത് വരെ നിയമപരമായി തുടരേണ്ടത് ഞങ്ങളുടെ കമ്മിറ്റി തന്നെയാണ്. അതിന് നിങ്ങൾക്ക് എങ്ങനെ തുടരാനാ? അകത്തുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇല്ല. നിങ്ങൾ എന്തെടുത്തിട്ട് നടത്താനാ? മാറിയിരിക്കും, വീട്ടിൽ ഇരിക്കുക ചേച്ചി, ബോംബെയിൽ ഇരിക്കുക, ഇവിടെ ആൾക്കാർ നോക്കിക്കോളും കാര്യങ്ങൾ. മനസ്സിലായോ? ദർ ഈസ് നത്തിങ് ടു ഡു വിത്ത് ശ്വേതാ മേനോൻ. ശ്വേതാ മേനോൻ സിറ്റ് ഇൻ യുവർ ഹോം, ഈട്ട്. ഓക്കെ, അതാ നല്ലത്. ഇങ്ങോട്ട് ഇറങ്ങണ്ട, അവിടെ ഇരി, ഇവിടെ ആൾക്കാർ നോക്കിക്കോളും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാകും അടുത്ത തിരഞ്ഞെടുപ്പ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അഡ്ഹോക് കമ്മിറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്നവർക്ക് യാതൊരു നിയമസാധുതയും ഇല്ല. അവർ അമ്മ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഓഹോ, അമ്മ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. ഇതിലൂടെ സഹായം ലഭിക്കുന്ന നിരവധി ആളുകളുണ്ട്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞിട്ടും ഇന്ന് വരെ അമ്മയുടെ ഒരു പ്രവർത്തനവും മുടങ്ങിയിട്ടില്ല. അതിന് ചേച്ചിയാണോ എല്ലാം ഇറങ്ങി അങ്ങോട്ട് നടത്തുന്നത്? ആണോ? ജൂലൈ 1 നൽകേണ്ട കൈനീട്ടം കൃത്യസമയത്ത് അംഗങ്ങൾക്ക് ലഭ്യമാക്കി. സഞ്ജീവിനി മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും ഞങ്ങൾ ഉത്തരവാദിത്തോടും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്റെ മൗനം മുതലെടുത്ത് അമ്മയിലെ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് സംഘടനയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ ഹൈജാക്ക് ചെയ്യാൻ ആരെയും ഞാൻ അനുവദിക്കില്ല എന്ന് സ്വന്തം ശ്വേതാ മേനോൻ, അമ്മ പ്രസിഡന്റ്. എനിക്ക് വയ്യ.
ശ്വേത മേനോൻ ജി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്വേത മേനോൻ ജി, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുകയാണേ. നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന ആ ദിവസം നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് കണക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ആദ്യമേ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ജൂലൈ 1 പൈസ കൊടുത്തു, മെഡിക്കൽ ഇൻഷുറൻസ്, സഞ്ജീവനി എല്ലാം പ്രോപ്പറായിട്ട് നടത്തുന്നെന്ന് പറയുന്നില്ലേ? എന്ത് കാര്യത്തിന്? അവിടെ വേറെ ആൾക്കാർ നോക്കിക്കോളൂ. അത് ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് കൊടുക്കാനുള്ള കണക്കുകളുണ്ട്. അതിനെപ്പറ്റി എന്താ മിണ്ടാത്തത്? വീണ്ടും 45 ദിവസം ചോദിച്ചേക്കുക കള്ളക്കണക്ക് എഴുതി കൂട്ടാൻ. അത് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യും. അതിനെപ്പറ്റി മാത്രം ചേച്ചി മിണ്ടാത്തത്? അല്ല, അതായിരുന്നല്ലോ അവിടുത്തെ വലിയൊരു പ്രശ്നം. അതിനെപ്പറ്റി ഒന്നും ചേച്ചിക്ക് മിണ്ടാനില്ല. ചേച്ചിക്ക് വേറെ സാധനങ്ങളൊക്കെയാണ്. ചേച്ചി ആരാ? എൻ്റെ പൊന്നാര ചേച്ചി, നിങ്ങൾക്ക് മതിയായില്ലേ? എന്തിനാ വെറുതെ നാട്ടുകാരുടെ ഇത് തെറി കേൾക്കാനായിട്ട്? അമ്മ എന്ന താരസംഘടന ആളുകൾ മാത്രമല്ല നിങ്ങളോട് ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത്, സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്. വീഡിയോ ചെയ്യുന്ന എന്നെ പോലുള്ള ആളുകൾ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് കൊണ്ടാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് ചേച്ചി ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലായോ? വേണമെങ്കിൽ നമ്മളെ അങ്ങ് ഇല്ലാതാക്കാം. നിങ്ങൾക്ക് നാട്ടുകാരുടെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഭ്രാന്ത് പിടിച്ച കുറച്ച് ആൾക്കാർ കാണും. അവർ വന്നിട്ട് ഒരു ബോധം ഇല്ലാതെ ചേച്ചിയുടെ മറ്റേ കമന്റ് ബോക്സിൽ കൈ തട്ടും. ബാക്കി ആൾക്കാർ ചോദ്യം ചോദിക്കുന്നതൊക്കെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അത്രേ ചേച്ചിയെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ നിങ്ങളെ കൈ ഒഴിഞ്ഞു. മിസ് ശ്വേത മേനോൻ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഉഷാ ഹസീന, നിങ്ങൾ ഇന്നലെ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഉഷാ ഹസീന ഒരു പോസ്റ്റ് ഇട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇനി അതും കൂടി ഒന്ന് വായിക്കാം, എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഉഷ എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ശരിയായ കണക്കും റിപ്പോർട്ടും അവതരിപ്പിക്കാൻ ഭരണസമിതിക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ ജനറൽ ബോഡി ഭരണസമിതിയുടെ രാജിയാണ് ആവശ്യപ്പെട്ടത്. ഓക്കെ, എല്ലാത്തിനെക്കാട്ടിലും വലുത് അമ്മ എന്ന താരസംഘടനയിൽ ജനറൽ ബോഡി തന്നെയാണ്. ഓക്കെ, അത് നമ്മളെല്ലാവരും ആദ്യമേ മനസ്സിലാക്കി വെക്കുക. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പ്രസിഡന്റിനെക്കാട്ടിലും ഒക്കെ വലുത് ജനറൽ ബോഡി തന്നെയാണ്. ഓക്കെ, ആവശ്യപ്പെട്ടത് 2 പ്രാവശ്യം ജനറൽ ബോഡിയിൽ ഈ ഭരണസമിതി തുടരാൻ ആഗ്രഹിക്കുന്നവർ കൈപൊക്കുക എന്ന് പറഞ്ഞപ്പോൾ ആകെ പൊക്കിയത് 17-18 പേരാണ്. തുടരേണ്ട എന്നുള്ളവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും കൈപൊക്കുകയാണ് ഉണ്ടായത്. ഇതൊന്നല്ല 2 വട്ടം. തുടർന്ന് പ്രസിഡന്റ് ഞാനും എൻ്റെ ടീമും രാജിവെക്കുന്നു എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. തുടർന്ന് പ്രസിഡന്റിനെ കുറിച്ച് ഒരു ആരോപണവും ഉന്നയിച്ചപ്പോൾ ജനറൽ ബോഡിക്ക് മുമ്പാകെ അത് തിരുത്താൻ നിൽക്കാതെ ഇറങ്ങിപ്പോയ ചേച്ചി പിന്നെ എന്തിനാ ഈ പോസ്റ്റ് വിട്ട് എനിക്കെതിരെ കുറെ ആരോപണങ്ങളുണ്ടേ, ഞാനത് തിരുത്തിയിട്ട് അത് മാന്യമായിട്ട് ഡീൽ ചെയ്തിട്ടേ ഞാൻ ഇനി പോവുള്ളൂ എന്നും പറഞ്ഞ് തിരിച്ചു വരേണ്ട കാര്യം എന്താ? ഓൾറെഡി അന്ന് ജനങ്ങളുടെ ഫ്രണ്ടിലല്ല, ജനറൽ ബോഡിയിൽ തന്നെ നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴത്തേക്ക് മിണ്ടാതെ ഇറങ്ങി ഓടിയ ടീമാണ് നിങ്ങൾ. ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ. അതുകൊണ്ട് വലിയ കഥയും പറഞ്ഞ് ഇനി വരല്ലേ. തുടർന്ന് പ്രസിഡന്റും ഞാനും എൻ്റെ ടീമും രാജിവെക്കുന്നു എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. തുടർന്ന് പ്രസിഡന്റിനെ കുറിച്ച് ഒരു ആരോപണവും ഉന്നയിച്ചപ്പോൾ ജനറൽ ബോഡിക്ക് മുമ്പാകെ അത് തിരുത്താൻ നിൽക്കാതെ അടുത്ത നിമിഷം ഞാൻ അമ്മയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കൂടി രാജിവെക്കുകയാണ്, ഇനി കോടതിയിൽ കാണാം മീഡിയയിലും എന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് ഇറങ്ങിപ്പോയത്. ജനറൽ ബോഡിയെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിൽക്കാതെയാണ് പ്രാഥമിക അംഗത്വം കൂടി രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പുറത്തു വന്ന മീഡിയയുടെ മുമ്പിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം ജനറൽ ബോഡിയാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. കേട്ടല്ലോ, ജനറൽ ബോഡിക്ക് നിയോഗിച്ചത്. അതിൻ്റെ നേതൃത്വത്തിനായി MLA പിഷാരടിയെയും തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക? ലാലേട്ടൻ രാജിവെച്ച സാഹചര്യവും ഇതല്ലായിരുന്നു. ഇത് ഒരു ഭരണസമിതിക്ക് മുഴുവൻ ജനറൽ ബോഡിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി നിൽക്കുകയായിരുന്നു. ദയവ് ചെയ്ത് ഇനിയും വുമൺ കാർഡ് എന്ന് പറഞ്ഞു തുടരാൻ നിൽക്കരുത്. ഒരു പാവം പെൺകുട്ടിയെ കൂട്ടത്തോടെ ആക്രമിച്ച കമ്മിറ്റിയാണിത്. വുമൺ കാർഡ് പറയാൻ ഒരു യോഗ്യതയും ആ കമ്മിറ്റിക്കില്ല. കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ നാണമില്ലേ ശ്വേത മേനോൻ ജി? കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ സ്ത്രീകൾ സംഘടിച്ച് അമ്മയുടെ ഓഫീസിലേക്ക് വരും, സത്യാഗ്രഹ സമരം ചെയ്യും. 10 മാസം കൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും നാണം കെട്ടു. അത്രയ്ക്ക് നാറിയ കഥകളാണ് ആ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇനിയും വയ്യ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയുടെ നിലനിൽപ്പാണ് ആവശ്യം. അത് തകർക്കാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. എൻ്റെ പൊന്ന് ശ്വേത മേനോൻ ജി, നിങ്ങൾ ബോംബയ്ക്ക് അവിടെ പോയി ആ ബീച്ച് വല്ലതും പോയിരുന്ന് കപ്പലണ്ടിയും കുറച്ചിരിക്കും, ഇല്ലെങ്കിൽ ഫ്ലാറ്റിലിരുന്ന് പുട്ടടിച്ചിരിക്കും. അതാ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഇവിടെ കിടന്ന് ഇനിയും വരല്ലേ. അദാനിയുടെയൊക്കെ അവിടെ വെച്ചേക്ക്. അത് വേറെ എന്തെങ്കിലും പറഞ്ഞ് അദാനിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പറ്റിച്ചിട്ട് വല്ലതും എടുത്ത് പോക്കറ്റ് ഇട്. അമ്മയുടെ പേരും പറഞ്ഞ് 20% കമ്മീഷൻ മേടിക്കാൻ നിൽക്കാതെ.
അതിനെപ്പറ്റി ഒന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ അല്ലേ? നിങ്ങളല്ലേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പോൺസർഷിപ്പ് കൊണ്ടുവരുന്നവർക്ക് 20% എടുക്കാം. ചേച്ചിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചേച്ചിക്ക് നല്ല ഉറപ്പുണ്ട്. മാക്സിമം കിട്ടാവുന്നത് ഊറ്റുക, അതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പണി മൊത്തം ചേച്ചിയുടെ പാളിപ്പോയി. ഒരാൾക്കും ചേച്ചിയെ താല്പര്യമില്ല. വിട്ടോ, ബോംബൊക്കെ വിട്ടോ, അതാ പറയാനുള്ളത്. ഇനി ഇവിടോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണം കിടത്തിയുള്ളൂ നിങ്ങൾ കൂടുതൽ. ഇപ്പം തന്നെ ഈ പോസ്റ്റൊക്കെ ഇട്ട് വന്നിട്ട് എന്ത് കാര്യം? അമ്മയിലുള്ളവർക്ക് തന്നെ നിങ്ങളെ വേണ്ട, വേണ്ട ശ്വേതാ മേനോൻജി, വേണ്ട. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ജസ്റ്റ് ലീവ് ഫ്രം അമ്മ. ഓൾറെഡി നിങ്ങൾ ലീവ് ചെയ്തു. വീണ്ടും അതിനകത്തോട്ട് കുത്തിക്കയറാൻ ശ്രമിക്കാതെ. നിങ്ങൾ കുത്തിക്കയറുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു ആവേശത്തിന്റെ പുറത്ത്, ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഇറങ്ങി അങ്ങ് പോയതാ. പക്ഷെ വേറെ ആൾക്കാരോട് വെച്ചിരിക്കുന്ന ഡീല് അതങ്ങ് മറന്നുപോയി അല്ലേ? തിരിച്ചെങ്ങനെയെങ്കിലും കയറി ആ ഡീല് സെറ്റിൽ ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇനി അതിനുള്ളൊരു ചാൻസ് ഇല്ല, കയ്യിൽ നിന്ന് പോയി. മനസ്സിലായില്ലേ ശ്വേതാ മേനോൻജി? അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻജി വിട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവരെ നോക്കിക്കോളും. രമേഷ് പിഷാരടിയോ ഗണേഷ് കുമാറോ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് മാന്യമായിട്ട് അങ്ങ് പൊക്കോളും. ചേച്ചി പോ. ചേച്ചിക്ക് ദർ ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മയാണ് ചേച്ചി. മനസ്സിലായോ? ഇൻ യുവർ കേസ് ദർ ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. ചേച്ചി വീട്ടിൽ ഇരി, അതങ്ങ് ചെയ്തൂടെ? എന്തിനാ ഇത്രയും അങ്ങോട്ട് രോക്ഷം? എന്തായാലും ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ കൊടുത്തൊരു കൊട്ടുണ്ട്, നല്ല വൃത്തിക്കുള്ളൊരു കൊട്ടായിരുന്നു. ഗണേഷ് കുമാറിന് എനിക്കൊരു പരിധിയിൽ കൂടുതൽ എല്ലാ കാര്യത്തോടൊന്നും പുള്ളിയുടെ ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കൊടുത്ത കൊട്ട് അനിവാര്യമായിരുന്നു. നല്ല വെടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കേട്ടോ, ചെറുതാ. മനസ്സിലാകുന്നില്ല. ഞങ്ങളിപ്പോൾ അവർ പറഞ്ഞ അവർ കോടതി ഒരു വിരോധമില്ല. ആർക്ക് ഈ ലോകത്ത് ഏതൊരു പൗരനും ഇന്ത്യയിൽ കോടതിയിൽ പോകാം, നീതിക്ക് വേണ്ടി പോകാം. പക്ഷേ അവർ ശ്രമിക്കുന്ന നീതി എന്ന് പറയുന്നത് ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന നീതിയാകരുതെന്ന് എനിക്ക് പറയാം. അത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇത് ആശ്രയിച്ച് ജീവിക്കുന്ന പാവങ്ങൾ കോടതിയിൽ പോവോ ഒരു സ്റ്റേയോ കാര്യങ്ങളോ വാങ്ങി അവിടെ ഇടുന്നുണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. നമുക്ക് ഇതൊരു വലിയ കാര്യമായിട്ട് കരുതരുത്. ഇത് അമ്മയിലെ ഈ കമ്മിറ്റിയിൽ വന്നു എന്ന് പറയുന്ന ഭയങ്കര ഒരു കാര്യമായിട്ട് കരുതരുതായിരുന്നു പ്ലീസ്. അതിനേക്കാളും വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ കൊണ്ട് ഹെഡ്ലൈനിൽ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ ആളാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മാധ്യമങ്ങൾ അവരോട് ചോദിക്കണം, ഞങ്ങളോടല്ല ചോദിക്കണം. ഞങ്ങളെ മാധ്യമങ്ങളെ പറ്റിച്ചില്ലേ, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചില്ലേ എന്ന് അവരോട് ചോദിക്കും. അത് അന്തസ്സാണോ? ഈ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ച് കൂട്ടി അവരെ ഞാൻ രാജിവെക്കുന്ന പ്രാഥമിക അംഗത്തിൽ നിന്ന് പോയി എന്നൊരാൾ പറയണം. ആ ആൾ തന്നെ ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയാൻ അന്ന് പറയണമായിരുന്നു. ഞാൻ എൻ്റെ രാജി പിൻവലിച്ചെന്ന് പിറ്റേ ദിവസം പറയണം, അല്ലാതെ ഇന്നാണ് പറയുന്നത്. അത് മോശമല്ലേ? അപ്പം നിങ്ങളെ ആരാണ് ഈ ജനങ്ങളെ ഈ മാധ്യമങ്ങളെ ആരാണ് പറ്റിയത്? ഞങ്ങളാണോ? ഇത് എന്താ തമാശ കളിയാണോ? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മാറി പറയുന്ന തമാശ കളിയാണോ? ഇല്ല, ഞാൻ രാജി തന്നിട്ടില്ല എന്നുള്ള ശരിയാണ്. പക്ഷെ അന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞ കാര്യം ജനറൽ ബോഡിയിലും പറഞ്ഞു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? രാജിവെച്ചു എന്ന് ഞങ്ങളോടാന്ന് പറഞ്ഞു, എന്നോടല്ല പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഗണേഷ് കുമാർ അത് പറയുന്നോടം വരെ രാജിവെച്ചു അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അവർ ഇറങ്ങിപ്പോയി, അവർ രാജിക്കത്ത് കൊടുത്തിട്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അവർ ശരിക്കും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക അവരുടെ ആ പോസ്റ്റിലൂടെ. മനസ്സിലായോ? അവർ രാജി കൊടുക്കാത്തതിന് ഒറ്റ റീസണേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ചതിനകത്ത് കയറണം, അത്രേ ഉള്ളൂ. പക്ഷേ ഇനി അത് നടക്കത്തില്ല. ഇനി അത് നടന്നാൽ തന്നെ ഒരു വില ഉണ്ടാവത്തില്ല. ആരും നിങ്ങളുടെ വാക്കുകൾ കേൾക്കില്ല. നിങ്ങൾ സ്പോൺസർഷിപ്പ് വഴി മുക്കാൻ ശ്രമിച്ചതൊന്നും ഇനി മുക്കാൻ പറ്റത്തില്ല. ശ്വേതാ മേനോൻജി അത് മനസ്സിലാക്കിയിട്ട് നേരെ ബോംബെക്ക് പോയി. ചേച്ചി ബോംബെ പോയി സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കുക. ചേച്ചിക്ക് അതാ നല്ലത്. വെറുതെ ഇനിയും വന്ന് നാണം കെടാതെ. അമ്മ, ദർ ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ ചേച്ചി ഇൻ യുവർ കേസ്. അതുകൊണ്ട് അവിടെ പോയി ഇരിക്കുക ചേച്ചി. നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിക്കണ്ട, ഒരു കാര്യമില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങൾ. പിന്നെ ചേച്ചിയുടെ കൂട്ടുകാരി എവിടെ ചേച്ചി? കുറച്ചായല്ലോ കണ്ടിട്ട്. പുലി പതുങ്ങുന്നത് എന്തിനാണ്? പുലി പതുങ്ങുന്നത് കുതിക്കാനാണല്ലേ ലക്ഷ്മിപ്രിയ ചേച്ചി? ഇത് ചേച്ചിക്ക് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കേസാണ്. നിങ്ങളെ അറിയിക്കാം, ഏതെങ്കിലും ഒരു കാലത്തിൽ അത് അറിയിക്കാം ഞാൻ. പുലി പതുങ്ങുന്നത് എന്തിനാ ചേച്ചി? കുതിക്കാനല്ലേ? ലക്ഷ്മിപ്രിയ ചേച്ചി ഉണ്ടല്ലോ അല്ലേ ശ്വേത ചേച്ചിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം, കൂടെ കട്ടയ്ക്ക് നിൽക്കണം. കൂടെ കട്ടയ്ക്ക് നിന്ന് നമ്മുടെ മല്ലിക ചേച്ചി, മല്ലിക സുകുമാരൻ എവിടെ? അനക്കം പോലും ഇല്ല, കാണാനില്ല. രാജ്യം വെച്ച് ചേച്ചിയും പോയല്ലോ. ശ്വേതയെ സപ്പോർട്ട് ചെയ്യാൻ നിന്നതാ, മാറിയെന്ന് മനസ്സിലായി എല്ലാവർക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.